2026 ജൂലൈ 1 LGS എക്സാം നടന്നു. ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് വിത്ത് ആൻസർ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഈ എക്സാമിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും SCERT ബേസ്ഡ് ആയിരുന്നു. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ സോഴ്സ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ LGS എക്സാമിൻ്റെ SCERTയിൽ നിന്ന് വന്ന ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ചുള്ള SCERT ഫാക്ട്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഏതു വിറ്റമിൻ്റെ അഭാവമാണ് കുട്ടികളിൽ അസ്ഥികളിൽ ശുഷ്കമാകുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? വിറ്റമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റമിൻ ഡി ആണ്. ചെറിയ അളവ് ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റമിനാണിത്. വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിലെ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കണയ അഥവാ റിക്കറ്റ്സ്. വിറ്റമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുന്നതാണ് നല്ലത്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റമിനുകളാണ് ബി കോംപ്ലക്സ്. 8 തരം ബി വിറ്റമിനുകളുടെ കൂട്ടമാണിത്. ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നു. കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്ക് ബി കോംപ്ലക്സ് ആവശ്യമാണ്. വിറ്റമിൻ എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത. വിറ്റമിൻ ബി ഗ്ലോസിറ്റിസ് വായപ്പുണ്ണ്. വിറ്റമിൻ സി മോണയിൽ നിന്നുള്ള രക്തസ്രാവം സ്കർവി. വിറ്റമിൻ ഡി കണ. കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏതാണ്? പക്ഷാഘാതം, ഫാറ്റി ലിവർ, ഹൃദ്രോഗം. മുകളിൽ പറഞ്ഞവയെല്ലാമാണ് ആൻസർ. കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. കാരണം കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? കൊതുക്. പകരുന്ന രീതികൾ, പരക്കുന്ന രോഗങ്ങൾ: വായുവിലൂടെ ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം. വെള്ളം, ആഹാരം എന്നിവയിലൂടെ എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഈച്ച മുഖേന കോളറ, വയറിളക്കം. കൊതുക് മുഖേന മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. സമ്പർക്കം മുഖേന ചെങ്കണ്ണ്, കുഷ്ഠം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നെല്ലിൻ്റെ സങ്കരയിനമല്ലാത്തത്? ഗിരിജ. തെങ്ങിൻ്റെ സങ്കരയിനങ്ങളാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചേർന്നതാണ് ചന്ദ്രലക്ഷ. ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോണും ചേർന്നത് ചന്ദ്രശങ്കര. ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗബോധയും ചേർന്നത് ലക്ഷഗംഗ. നെല്ല് പവിത്ര, ഹസ്വ, അന്നപൂർണ. പയർ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പച്ചമുളക് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. വെണ്ട കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വഴുതന സൂര്യ, ശ്വേത, ഹരിത, നീലിമ. തക്കാളി മുക്തി, അനഘ, അക്ഷയ. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റേച്ചൽ ഗേഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം നിശബ്ദ വസന്തം. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ ഗേഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക 1962 പ്രസിദ്ധീകരിച്ച നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം ലോക ശ്രദ്ധ നേടി. ചേരുംപിടി ചേർക്കുക: പ്രത്യക്ഷ രക്ഷാ ദേവസഭ, പൊയ്കയിൽ യോഹന്നാൻ, ആത്മവിദ്യാ സംഘം, വാഗ്ബടാനന്ദൻ, അരയ സമാജം, KP കറുപ്പൻ, യോഗക്ഷേമ സഭ, VT ഭട്ടതിരിപ്പാട്. സാമൂഹിക പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും: വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം. ചട്ടമ്പി സ്വാമികൾ, കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരായി പോരാടി. ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. അയ്യങ്കാളി, സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ.
വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാസംഘം, സഹോദരൻ അയ്യപ്പൻ, സഹോദര പ്രസ്ഥാനം, പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജം, മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി, വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമസഭ, കുമാരഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദേവസഭ. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം 1792 മാർച്ച് 18. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1792 മാർച്ച് 18 മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണിത്. ഉടമ്പടി പ്രകാരം ടിപ്പുവിൻ്റെ അധീനതയിലായിരുന്ന മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. ചട്ടമ്പി സ്വാമികൾ ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ ആചാരങ്ങളെയും എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകൾ നൽകി. അയ്യങ്കാളി അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടി. വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം എന്നിവ അദ്ദേഹം നേതൃത്വം നൽകിയതാണ്. സാധുജന പരിപാലന സംഘം ആരംഭിച്ചു. വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം സമുദായത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ചു. രാഴ്ചവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ സ്വദേശാഭിമാനി പത്രം രൂപീകരിച്ചു. അദ്ദേഹം രൂപം നൽകിയ പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. മന്നത്ത് പത്മനാഭൻ നായർ സമുദായത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചു. കേരളത്തിലെ പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ വേണ്ടി സമരങ്ങൾ നയിച്ചു. അദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി. വൈകുണ്ഠസ്വാമികൾ കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളാണ്. വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഇദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് സമത്വ സമാജം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമാണ്. അവശത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം അനാഥാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിച്ചു. ശ്രീനാരായണ ഗുരു കേരളത്തിലെ സാമൂഹിക മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് ഇദ്ദേഹം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നത് ഇദ്ദേഹം ആഹ്വാനം ചെയ്തതാണ്. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സാഹോദര്യത്തോടെ കഴിയുക മാതൃസ്ഥാനമാണ് ഈ ക്ഷേത്രമെന്ന് അദ്ദേഹം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് പറഞ്ഞു. സഹോദരൻ അയ്യപ്പൻ, മഹാകവി കുമാരനാശൻ, ഡോക്ടർ പൽപ്പു, ടി കെ മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളും ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ അവരെയും സ്വാധീനിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. പൊയ്കയിൽ യോഹന്നാൻ ജാതീയത, അടിമത്തം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. ഇദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭ. പണ്ഡിറ്റ് കെ പി കറുപ്പൻ കവിയും നാടകകൃത്തുമായിരുന്നു. പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു. പ്രസ്ഥാനം അരയ സമാജം. വി ടി ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായ പരിഷ്കർത്താവാണ്. സാമൂഹിക പരിഷ്കർത്താവാണ്. എഴുത്തുകാരനാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചു. പ്രസ്ഥാനം യോഗക്ഷേമസഭ. വാഗ്ഭടാനന്ദൻ യുക്തിയിലധിഷ്ഠിതമായി വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ചു. ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിച്ചു. ഇദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് ആത്മവിദ്യാസംഘം. തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. താഴെ തന്നിരിക്കുന്നവയെ ശരിയായത് 2, 3 എന്നിവയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ അത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. 1947-48 കാലഘട്ടങ്ങളിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത്. സവർണജാഥ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥയാണിത്. ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്നതെന്ന് ഗണിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഈ വിവേചനത്തിനെതിരെ 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ചു. ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ തുടങ്ങിയവരാണ് ഈ സത്യാഗ്രഹം നയിച്ചത്. ദേശീയ ശ്രദ്ധയാകർഷിച്ച വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിജിയുടെ മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചത്. 1925 നവംബർ 23 ക്ഷേത്രത്തിൻ്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുറന്നുകൊടുത്തു. ഗുരുവായൂർ സത്യാഗ്രഹം. ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം.
കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് 1931 നവംബർ 1-നാണ് സത്യാഗ്രഹം ആരംഭിച്ചത്. സമരപരിപാടികൾ ശക്തമായപ്പോൾ അധികാരികൾക്ക് ഒരു മാസത്തോളം ക്ഷേത്രം അടച്ചിടേണ്ടി വന്നു. സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ A.K. ഗോപാലൻ, P.K. കൃഷ്ണപിള്ളയുമായിരുന്നു. സത്യാഗ്രഹത്തെ എതിർത്തവർ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. കെ കേളപ്പൻ ക്ഷേത്രത്തിനു മുന്നിൽ മരണം വരെ ഉപവാസം തുടങ്ങിയതോടെ അനേകം ആളുകൾ ഇതിന് പിന്തുണയായി നാനാദേശങ്ങളിൽ നിന്നും എത്തി. 1936 നവംബർ 12-ന് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ഇതിലൂടെ തിരുവിതാംകൂറിൽ ക്ഷേത്രങ്ങൾ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും തുറന്നുകൊടുത്തു. ഗാന്ധിജി ഈ വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചു. അഴുത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു 1947-48 പാലിയം സത്യാഗ്രഹം. കൊച്ചിയിലെ ചേന്നമംഗലത്തെ പാലിയത്തച്ഛന്റെ വസതിക്ക് മുൻപിലെ റോഡിലൂടെ നടന്നു പോകാൻ അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് വിലക്കായിരുന്നു. ഈ പ്രശ്നത്തെ ചൊല്ലി രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം. സി കേശവൻ ഉൾപ്പെടെയുള്ളവരാണ് ഈ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. 1948 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതിഭേദമന്യേ എല്ലാവർക്കും തുറന്നുകൊടുത്തു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി: ഗദ്ദർ പാർട്ടി, ലാലാ ഹർദയാൽ, ആസാദ് ഹിന്ദ് ഫൗജ്, സുഭാഷ് ചന്ദ്രബോസ്. അനുശീലൻ സമിതി, ബംഗാൾ, സജീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ്. ഭാരത് മാതാ അസോസിയേഷൻ, മദ്രാസ്, നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. യുഗാന്തർ പാർട്ടി, ബംഗാൾ, രാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ്. ഗദ്ദർ പാർട്ടി, അമേരിക്ക, ലാലാ ഹർദയാൽ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായം പശ്ചിമ ബംഗാൾ. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ ആരംഭിച്ചു. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു. ജർമ്മനിയുടെ സഹായത്തോടെ നിർമ്മിച്ചു. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല ഛത്തീസ്ഗഡ്, സോവിയറ്റ് യൂണിയന്റെ സഹായത്തിൽ. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല പശ്ചിമ ബംഗാൾ, യുണൈറ്റഡ് കിങ്ഡം. ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ജാർഖണ്ഡ്, സോവിയറ്റ് യൂണിയൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. 1946 ഡിസംബർ 13-ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏവ? സിന്ധു. സിന്ധു ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ്. ഏകദേശം 2880 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 709 കിലോമീറ്റർ. എത്തിച്ചേരുന്ന സമുദ്രം അറബിക്കടൽ. ഗംഗ ഗംഗോത്രി ഹിമാനിയിലെ ഗോയ്മുഖ് ഗുഹയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഏകദേശം 2500 കിലോമീറ്റർ. ബംഗാൾ ഉൾക്കടലിലാണ് എത്തിച്ചേരുന്നത്. ബ്രഹ്മപുത്ര ടിബറ്റിലെ ജമായുങ്തും ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. 2900 കിലോമീറ്റർ. ഇന്ത്യയിലൂടെ 725 കിലോമീറ്റർ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഇത്രയും ചോദ്യങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായും SCERTയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായി കാണും. ഇനിയും ചോദ്യങ്ങൾ SCERTയിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരേ സൈഡിൽ നിന്ന് ഒരേ സ്ഥലത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഒരുപാട് എടുക്കാത്തത് കൊണ്ടാണ്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി വരുന്ന ജൂലൈ 18-ന് ആരംഭിക്കുന്ന 10th പ്രിലിംസിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് പോലെയാണ് നിങ്ങൾ ഈ ഒരു എക്സാമിനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് ഈ ഒരു LGS 2026 ജൂലൈ 1-ന് നടന്ന എക്സാമിനെ കാണേണ്ടത്. അപ്പം ഇതിൽ വിറ്റമിൻ സിയെ പറ്റി ചോദിച്ചാൽ ഇനി അടുത്ത ഘട്ടത്തിൽ എയും ബിയും എല്ലാം ചോദിക്കാം. കാരണം അത് SCERTയിലുണ്ട്. ഇന്ന് സിന്ധുവിനെ പറ്റി ചോദിച്ചാൽ നാളെ ഗംഗയെ പറ്റിയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച ചോദ്യവും അത് SCERTയിലെ ആ പോർഷനും അതിന് അനുബന്ധ വസ്തുതകളും ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. അപ്പം ഇത് കണ്ട ശേഷം നിങ്ങൾ LGSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളുടെ ചാനലിലുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് സ്വയം വിലയിരുത്തുക നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം. അതിൽ ഏത് പോർഷൻസിലാണ് നിങ്ങൾ വീക്കെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ആ പാർട്ട് വേണം നിങ്ങൾ ഏറ്റവും ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്.